അടി മനുഷ്യന്റെ മോളെ തിന്നടി തിന്നെ പൂച്ചാണ്ടിക്ക് തരാതെ തിന്നെ. ഇത് ഞാൻ അങ്ങ് എടുക്കുക. ഞാൻ ആലോചിക്കുക, ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ അങ്ങാനമാവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അത് വേണ്ട, അത് കുറച്ചു കൂടിപ്പോവും. കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ മാവാൻ പറ്റിയിരുന്നെങ്കിൽ പൂച്ചാണ്ടികൾക്കെല്ലാം ഫ്രീ ആയിട്ട് മത്തി ഞാൻ കൊടുത്തേനെ. അയ്യോ, അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ ഡോഗേഷിന്റെ കാര്യത്തിൽ തീരുമാനമാക്കും. ഈ പൂച്ചാണ്ടി മക്കൾ കേരളത്തിലെ മുഖ്യമന്ത്രി പോലും. നമ്മൾ മുഖ്യമന്ത്രിയായിട്ട് വേണം ഈ മനുഷ്യന്റെ മക്കളെ കുറച്ചു പാഠം പഠിപ്പിക്കാൻ. തമിഴ്നാട്ടിൽ വിജയണ്ണനായതുപോലെ ഇവിടെ കേരളത്തിൽ നമ്മളുമാവുമായിരിക്കും അല്ലേ? മുഖ്യമന്ത്രിയായിട്ട് വേണം പുതിയ BMW കാറിൽ ഒന്ന് ചെത്തി നടക്കാൻ. എടാ പൂച്ചാണ്ടി മക്കളെ, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. നമ്മളൊക്കെ ഒരേ ഫ്രണ്ട്സ് അല്ലടാ. നമ്മളെ കൂടെ ഒന്ന് പരിഗണിക്കുന്നത് നല്ലതാണേ. ആടാ ഡോകേഷ്, അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഒന്നുമല്ല. ഇച്ചിരി ചിക്കൻ ബിരിയാണി ചോദിച്ചപ്പോൾ അവന്റെ പുച്ഛം കാണണം. എന്നിട്ട് അവൻ പറയുന്നു നമ്മൾ ഫ്രണ്ട്സ് ആണ് പോലും. വേഗം വന്ന വഴി ഓടുന്നതാണ് എനിക്ക് നല്ലത്. നീയല്ല ഇനി നിന്റെ കൊച്ചച്ഛൻ വന്ന് പറഞ്ഞാ പോലും നമ്മൾ ഫ്രണ്ട്സ് അല്ല. ഞാനൊന്ന് മുഖ്യമന്ത്രി ആയിട്ട് വേണം നിന്നെയൊക്കെ നാടു കടത്താൻ. ഈ പൂച്ചാണ്ടിയുടെ ആഗ്രഹം പേർത്താ ചിരിച്ചു ചത്തുപോകും. ഒന്നു നിർത്തിപ്പോയടാ പൂച്ചാണ്ടി മോനെ. ഞങ്ങൾ പൂച്ചാണ്ടിയുടെ മത്തിയ അടയാളത്തിനാണ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്. എന്താണ് ഡോഗിന്റെ മോനെ, ബറ്റടിയാനുണ്ടോ? ഈ കൊല്ലത്തെ മുഖ്യമന്ത്രി ഞാൻ തന്നെ. ഇനി ഞാൻ അങ്ങനെ തോറ്റാ നിനക്ക് 10 കിലോ ചിക്കൻ ബിരിയാണി ഞാൻ വാങ്ങി തിന്നിരിക്കും. അവിടെ പൂച്ചാണ്ടി, എങ്കിൽ നീ തോറ്റത് തന്നെ കണ്ടറിയാം. എന്റെ ഡോഗസ് ദൈവങ്ങളെ, ഇനി ഇവർ പറഞ്ഞതുപോലെ എങ്ങനെ നടക്കുമോ? പൂച്ചാണ്ടികൾ മുഖ്യമന്ത്രിയായാൽ അയ്യോ, ചിന്തിക്കാൻ പോലും ആവില്ല. എങ്ങനെയെങ്കിലും സോപ്പിടണം ഈ പൂച്ചാണ്ടിയെ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.